Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ജർമ്മനിയിൽ. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ബുധനാഴ്ച ജർമ്മനിയിലെത്തി. 7 ആഴ്ച മുമ്പ് അധികാരമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമേയർ ചാൻസലർ ഒലാഫ് ഷോൾസുമായുള്ള ചർച്ചകൾക്ക് മുമ്പ് സ്റ്റാർമറിനെ സ്വാഗതം ചെയ്തു. ബെർലിനിൽ സൈനിക ബഹുമതികളോടെയായിരുന്നു സ്വീകരണം. സ്റ്റാർമർ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജൂലൈ ആദ്യം വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലും ഇംഗ്ലണ്ടിൽ നടന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉച്ചകോടിയിലും ഇരുവരും പങ്കെടുത്തു. ജൂലൈ 4 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്റ്റാമറുടെ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും സ്റ്റാമർ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ മാസം UKയിലുണ്ടായ കലാപശേഷമാണ് സ്റ്റാമറിന്റെ സന്ദർശനം. EU, ജർമ്മനി എന്നിവയുമായുള്ള UKയുടെ ബന്ധം പുനർനിർമ്മിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. UKയിൽ പൊതുസ്ഥലങ്ങളിൽ കർശനമായിട്ടുള്ള പുകവലി നിരോധന നിയമം വരുന്നു. പബ്ബുകളെയും ഹോസ്പിറ്റാലിറ്റി മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിമർശകർ. UKയിൽ പുകവലിക്കെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുവാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിരോധനത്തിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നേക്കും. പബ്ബ് ഗാർഡനുകളിലും ഔട്ട്ഡോർസ് റെസ്റ്റോറന്റുകളിലും ആശുപത്രികൾക്ക് പുറത്തുള്ള സ്പോർട്സ് ഗ്രൗണ്ടുകളിലും പുകവലി നിരോധിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിരോധനത്തിന്റെ ഭാഗമായുള്ള നടപടികൾ കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ചിരുന്നു. 2009 ജനുവരിയിലോ അതിനുശേഷമോ ജനിച്ച എല്ലാവർക്കും പുകയില വിൽപ്പന നിരോധിക്കുന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ ടുബാക്കോ ആൻഡ് വേവ്സ് ബില്ലിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തുടർന്നുള്ള നടപടികൾ ഉണ്ടായില്ല. ഇത് സർക്കാർ നിലവിൽ വന്നപ്പോൾ ചാൾസ് രാജാവ് നടത്തിയ ആമുഖ പ്രസംഗത്തിൽ ജനങ്ങൾക്ക് സിഗരറ്റ് വാങ്ങുന്നതിനുള്ള പ്രായം ക്രമാനുഗതമായി നടപ്പിലാക്കുമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി പുറത്തുവന്നത് ഒട്ടേറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള വിവരം ആദ്യം ദി സണ്ണിനാണ് ചോർന്നു കിട്ടിയത്. ഇതിന് പ്രകാരം സർവകലാശാലകളിലും ആശുപത്രികളും നടപ്പാതകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുകവലി രഹിത മേഖലയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലേബർ ഗവൺമെന്റ് തങ്ങളുടെ ആദ്യ ബജറ്റിൽ ജനത്തിന് വലിയ ഭാരം ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. മിക്ക നികുതികളും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയതിന് പിന്നാലെ ഡ്രൈവർമാരെ പിഴിയുവാൻ ഗവൺമെന്റ് ആലോചന സജീവമാക്കിയെന്നാണ് വ്യക്തമാക്കുന്നത്. വേദനിപ്പിക്കുന്ന ബജറ്റിൽ നികുതി വർധനവുകൾ ഇന്ധന ഡ്യൂട്ടിയെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൊതുഖജനാവിൽ കുറവുള്ള 22 ബില്യൺ പൗണ്ടിന്റെ കമ്മി കുറയ്ക്കുവാനാണ് ഒക്ടോബർ 30 അവതരിപ്പിക്കുന്ന റേച്ചൽ റീവ്സിന്റെ ബജറ്റ് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ മോട്ടോറിസ്റ്റുകൾ ജാഗ്രത പാലിക്കാനാണ് RAC അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2022 മാർച്ചിൽ കൺസർവേറ്റീവ് ഗവൺമെന്റ് ലിറ്ററിന് 5 പെൻസ് ഫ്യൂവൽ ഡ്യൂട്ടി കുറച്ചിരുന്നു. കൂടാതെ 2011 മാർച്ച് മുതൽ നികുതി 57.95 പെൻസ് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ റീവ്സ് ഇത് ലിറ്ററിന് 58 പെൻസിലേക്ക് ഉയർത്തുമെന്ന് RAC മുന്നറിയിപ്പിൽ പറയുന്നു. ലിറ്ററിൽ 10 പെൻസ് വരെ ഇന്ധന ഡ്യൂട്ടി ഉയർത്തുവാനുള്ള സാധ്യതയും ട്രഷറി ആലോചിക്കുന്നതായി ഫെയർ ഫ്യൂവൽ UK സ്ഥാപകൻ ഹൊവാർഡ് കോക്സ് ചൂണ്ടിക്കാണിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. കണ്ണൂർ സ്വദേശിയുടെ കൊലപാതകത്തിൽ വധശിക്ഷ ലഭിച്ച മകനു വേണ്ടി അമ്മ കോടതിയിൽ. കണ്ണൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 16 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന തമിഴ്നാട് കലഡൂർ വിരുദാചലം സ്വദേശി പരതൻ പാണ്ഡുരംഗനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ സരോജ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ക്ഷമിച്ചാൽ മാത്രമേ മോചനം ലഭിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിൽ അടിയന്തര നടപടി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ കണ്ണൂരിൽ കണ്ടെത്തിയെന്നും ഹർജിയിൽ പറയുന്നു. 10 വർഷവും 1000 ചാട്ടയടിയും ശിക്ഷ ലഭിച്ചത് അപ്പീൽ പരിഗണിച്ച സൗദി കോടതി വധശിക്ഷയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. റോഡരികിൽ കിടന്നുറങ്ങിയയാൾ തമിഴ്നടിയുടെ കാറിടിച്ച് മരിച്ചു. നിർണായകമായി CCTV ദൃശ്യം. സെയ്താപ്പെട്ടിൽ റോഡരികിൽ കിടന്നുറങ്ങിയയാൾ നടി രേഖ നായരുടെ കാറിനടിയിൽപ്പെട്ട് മരിച്ചു. അണ്ണൈ സത്യാനഗർ സ്വദേശി മഞ്ജൻ ആണ് മരിച്ചത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ജാഫർ ഖാൻ പെട്ടിലെ പച്ചയപ്പൻ സ്ട്രീറ്റിൽ റോഡരികിൽ കിടക്കവെയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റതിനാൽ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കേസെടുത്ത ഗിണ്ടി പോലീസ് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കാർ കണ്ടെത്തിയത്. തുടർന്ന് ഡ്രൈവർ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്യുകയും കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അപകടം നടക്കുമ്പോൾ രേഖ കാറിൽ ഉണ്ടായിരുന്നോ, കാറോടിച്ചത് പാണ്ഡ്യ തന്നെയാണോ എന്നിവ അന്വേഷിക്കുകയാണ് പോലീസ്. എഴുത്തുകാരി കൂടിയായ രേഖ നായർ പാർത്ഥിബൻ സംവിധാനം ചെയ്ത ഇരവിൻ നിഴൽ എന്ന സിനിമയിലൂടെയാണ് പ്രശസ്തിയായത്. ഒട്ടേറെ തമിഴ് സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ട നടി തമിഴ് ചാനലുകളിൽ അവതാരികയുമായിരുന്നു.
ടെലിഗ്രാം മെസ്സഞ്ചർ ആപ്പ് നിരോധിക്കുവാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. ചൂതാട്ടവും പണം തട്ടിപ്പുമടക്കമുള്ള കേസുകളിൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും IT മന്ത്രാലയവും ആപ്പിനെതിരെ അന്വേഷണം ആരംഭിച്ചു. വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ആപ്പിനെതിരെ ലൈംഗിക ചൂഷണം, ലഹരിമരുന്ന് കടത്ത് തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിൽ CEO പാവൽ ദുറോവ് കഴിഞ്ഞ ദിവസം പാരീസിൽ അറസ്റ്റിലായിരുന്നു. പ്ലാറ്റ്ഫോമിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ഫ്രഞ്ച് അധികൃതർ ദുറോവിനെ അറസ്റ്റ് ചെയ്തത്. ലോകത്താകമാനം 100 കോടിയോളം പേർ ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ ആപ്പിന് ഇന്ത്യയിൽ മാത്രം 50 ലക്ഷത്തിലേറെ ഉപഭോക്താക്കളുണ്ട്. ഇനി കായിക വാർത്തകൾ. കേരള ഫുട്ബോളിൽ ഇതാ ഒരു പുതുയുഗപ്പിറവി. കേരള സൂപ്പർ ലീഗിന് സെപ്റ്റംബർ 7 കിക്ക് ഓഫ്. കേരളത്തിന്റെ ഫുട്ബോൾ ആവേശത്തിന് പുതിയ മാനം നൽകുവാനെത്തുന്ന ആദ്യ കേരള സൂപ്പർ ലീഗിന്റെ കിക്ക് ഓഫ് സെപ്റ്റംബർ 7. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ വമ്പന്മാരായ മഹീന്ദ്ര ടൈറ്റിൽ സ്പോൺസറായി എത്തിയത് കേരള സൂപ്പർ ലീഗിന് കിക്ക് ഓഫിന് മുൻപേ നേട്ടമായി. അമൂലടക്കമുള്ള ബ്രാൻഡുകളും സ്പോൺസർമാരായുണ്ട്. സെപ്റ്റംബർ 7 കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരം. ചാമ്പ്യന്മാർക്ക് 1 കോടി രൂപയും റണ്ണേഴ്സപ്പിന് 50 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഈ മാസം 30 ISL ക്ലബ്ബായ മുഹമ്മദൻ സ്പോർട്ടിങ്ങും സൂപ്പർ ലീഗ് കേരള ഓൾ സ്റ്റാർസും തമ്മിൽ പ്രദർശന മത്സരം കളിക്കും. ഇതിൽ നിന്നുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. 50 ലക്ഷത്തോളം രൂപ ഇതിനകം തന്നെ സ്വരൂപിച്ചു കഴിഞ്ഞെന്നും കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാനും സൂപ്പർ ലീഗ് കേരള ഡയറക്ടർ ഫിറോസ് മീരാനും CEO മാത്യു ജോസഫും വ്യക്തമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.86 ഇന്ത്യൻ രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio